രണ്ടുപേരും എന്താ ചെയ്യുന്നത് ഇവിടെ? നീ എന്താ ചെയ്യുന്ന അവൻ്റെ ഉള്ളിൽ? പ്രസവിക്കാൻ സ്ഥലം നോക്കുക. മമ്മി രാവിലെ വിരിച്ചു കൊടുത്തില്ലേ? മറ്റേണിറ്റി വാർഡിൽ ഒരാളും കൂടെ ഉണ്ട്, അതാണ് പിടിക്കാത്തത്. ഇവർക്ക് സൂട്ട്. എനിക്ക് തോന്നുന്നേ അവളുടെ കുട്ടികൾ അതാ അവള് പോയി അങ്ങോട്ട്. പ്രസവിച്ചോ? കുഴപ്പമില്ല, ഉള്ളിലിരിക്കുക. നല്ല സ്ഥലമല്ല. ഓ, പുള്ളിക്കാരി ഇത് അവിടുന്ന് ഇങ്ങനെ പേടിച്ച് നോക്കുക. അതെന്താ അവളെ ഓടിക്കുന്നത്? അതാ ഓളിതാ ഇവിടെ വിളിച്ചിരിക്കുന്നു. ഇവളിതാ ഇവിടുന്ന് ഓളെ നോക്കുന്നു. ഈ കുട്ടി ആരുടെയാ ശരിക്കും പറഞ്ഞ? ഈ ചെറിയ കുട്ടി, ആ കുട്ടി ഈ വെള്ളപ്പൂച്ചേൻ്റെ കൂടെ എന്തിനാ നിൽക്കുന്നത്? അമ്മേനെ പോലെയാണല്ലോ. ഈ കുട്ടി ശരിക്കും പറഞ്ഞ ഈ വെള്ളപ്പൂച്ചേൻ്റെ കുട്ടിയല്ലല്ലോ. പിന്നെ ഈ വെള്ളപ്പൂച്ചേൻ്റെ കുട്ടീനെ പോലെ പുറകെ തന്നെ നടക്കുന്നത്. എന്ത് ബോണ്ടാണ് അവർ തമ്മിൽ അല്ലേ? പെറ്റമ്മ അല്ലേലും വളർത്തമ്മ. ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല എന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കണോ, പ്രസവിക്കണോ? വയറുവേദന ഗ്യാസിൻ്റെ വേദനയാണോ പ്രസവ വേദനയാണോ എന്നൊക്കെ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഡിഡീനെ പോലെ. ഡിഡി ഗ്യാസ് കയറിയതാന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം ഇവിടെ വേറെ പേറുകൾ കിടക്കുന്നുണ്ട്. അതാണ് പേറുകളുടെ അമ്മയാണ് ഈ കിടക്കുന്നത്. നമ്മളെന്താ പുറത്ത് കിടക്കുന്നത്? ഉള്ളിൽ കിടക്കാണ്ട് കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ? ഇങ്ങനെ കിടന്നാലോ? ഇനി വാവളാപ്പം കിടന്നുറങ്ങുക. സ്വപ്നം കാണാണോ? പാല് കുടിക്കുന്ന സ്വപ്നം കാണാമെന്ന് തോന്നുന്നു. എന്താണ്? എന്താണ്? കുട്ടികൾ എന്ത് കളറാന്നുള്ളത് നോക്കട്ടെ. വല്ല ബാബകലാണോ? പ്രസവത്തിൻ്റെ തന്നെയാട്ടോ അമ്മ. ആ നാവ് പുറത്തിടുന്നുണ്ട്. ഈ നാവ് ഇങ്ങനെ പുറത്തിടുന്നുണ്ടെങ്കിൽ അത് പ്രസവത്തിൻ്റെ വേദനയാണ്, പ്രസവ വേദനയാണ്. അവള് പിന്നെയും അതിൻ്റെ ഉള്ളിൽ പോകുന്നു, പിന്നെയും പുറത്ത് വരുന്നു. ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. പണ്ടേ ഉള്ളതൊക്കെ പ്രസവത്തിൻ്റെ സമയം നാവ് പുറത്തിടുക എന്നുള്ളത്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ മറ്റേ ബ്രൗൺ അല്ല, ഗ്രേ പൂച്ച അല്ലേ?
ഇവളെല്ലാവരുടെ പറയാം എൻ്റെ പ്രസവം എന്ന് വരണേ. നാവ് പുറത്തിടുന്നുണ്ട്. ആ പ്രഗ്നൻസിക്ക് മുമ്പായിട്ട്, പ്രസവത്തിന് മുമ്പായിട്ട് ഉള്ള സൈനാണ് ഈ നാവ് ഇങ്ങനെ പുറത്തിട്ടിട്ടുള്ളത്. എസ്പെഷ്യലി എപ്പോഴും പ്രസവത്തിൻ്റെ സമയം നാവും പുറത്തിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരാളും കൂടെ മെറ്റേണിറ്റി വാർഡിൽ ആയനെ വേണം അവൾക്ക്. സ്വന്തമായിട്ട് അവൾക്ക് കാര്യം ചെയ്യാനറിയില്ല. ഇത് എത്രാമത്തെ പ്രസവം? 6-ാമത്തെ 7-ാമത്തെ പ്രസവമാണ് ഇവളുടേത്. എന്നിട്ടും അതിനകത്ത് കുട്ടികളുണ്ട്. ഓ ഇത് പ്രസവിച്ചമ്മ, ഇത് പ്രസവിക്കാൻ പോകുന്ന അമ്മ ലേബർ റൂമിൽ വെയിറ്റ് ചെയ്യുക പ്രസവത്തിന്.